എല്ലാവർക്കും ആദ്യമായി പുതുവത്സരാശംസകൾ ഞാൻ കുറച്ച് നേരത്തെ അർപ്പിക്കുകയാണ്. ഇന്ന് നമ്മളോട് കൂടിച്ചേർന്നത് മയ്യഴിയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന അയൽപ്പക്ക കൂട്ടായ്മയുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കണമെന്നുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായാണ് ഇന്നിവിടെ എത്തിച്ചേർന്നപ്പോൾ ഇതിനകം തന്നെ മയ്യഴിയുടെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകൾ സാന്നിധ്യങ്ങളായ വ്യക്തിത്വങ്ങളെയാണ് ഇതിനകം തന്നെ പല പ്രശ്നങ്ങളിലും നേതൃത്വ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടും പല പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടും കഴിഞ്ഞ ഒട്ടനവധി വ്യക്തിത്വങ്ങളെ ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു അസോസിയേഷൻ്റെ കൂട്ടായ്മക്ക് എല്ലാ പ്രദേശത്തും പോയി ഓടിച്ചാടി നടന്ന് ഊർജ്ജസ്വലനായി ഒരു യുണൈറ്റഡ് റെസിഡൻറ്റ് അസോസിയേഷൻ ഓഫ് മായിക്ക് രൂപം കൊടുത്ത ഷിനോജിനെ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. പലപ്പോഴും എൻ്റെ അടുത്തും എൻ്റെ മഹാത്മാ റെസിഡൻറ്റ് അസോസിയേഷൻ പ്രസിഡൻറ്റിൻ്റെ അടുത്തും നിരന്തരം വരികയും അവൻ്റെ ആ ഒരു ഉഷാറും കണ്ടിട്ടാണ് നമ്മൾ അവരോടൊപ്പം ചേർന്നത്. തീർച്ചയായും ഇത്രയെങ്കിലും ആൾക്കാർ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പലതും നടക്കും എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കാരണം നമ്മളിൽ പലരും അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന വ്യക്തിത്വങ്ങളെയാണ് ഞാനിവിടെ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെസ്റ്റ് വള്ളൂരിലെ മഹാത്മാ റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഏകദേശം 2 വർഷം ആയി ഞങ്ങൾ രൂപീകരിച്ചിട്ട് ഇതിനകം തന്നെ പല പ്രവർത്തനങ്ങളും പരിപാടികളും ഒക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിലുപരി ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കും. കാരണം നമ്മളെക്കാൾ കഴിവും പ്രാപ്തിയുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ എന്നാണ് എൻ്റെ അനുമാനം. അങ്ങനെ പല രംഗത്തും സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഒരു എളിയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ സാധിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെയും ഇന്ന് പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗ നടപടികൾ നിയന്ത്രിക്കാൻ മയ്യഴിയിൽ നേരത്തെ ജോയിൻറ്റ് PTAൻ്റെ സാരഥിയായി മയ്യഴിക്കകത്ത് നിറസാന്നിധ്യമായി പ്രവർത്തിച്ച ശ്രീ MP ശിവദാസൻ അവരെ ആദരവോടെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.